മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കാൻ പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ശ്രമിക്കുന്നില്ലെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും സ്റ്റാലിനും ഒരുമിച്ചിരുന്ന് ചായയും പരിപ്പുവടയും കഴിച്ച് പിരിയുകയാണ് ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇവർ ജനത്തെ കബളിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ബിജെപി ഇടുക്കി സൗത്ത് വികസിത കേരളം കൺവെൻഷൻ കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത കേരളം എന്നാൽ 3.5 കോടിയോളം മലയാളികളുടെ വികസനമാണ്. 2004 മുതൽ 2014 വരെ 10 വർഷം കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചു. അന്ന് കേരളത്തിൽ നിന്ന് 8 മന്ത്രിമാരുണ്ടായിരുന്നിട്ടും എന്ത് ഗുണമാണ് ഉണ്ടായതെന്നും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ചോദിച്ചു. കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന LDF സർക്കാരിന് ഇന്ന് കടം വാങ്ങാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ജനങ്ങൾക്കായി ഒരു പദ്ധതിയും നടപ്പിലാക്കാതെ കേന്ദ്രം നടപ്പിലാക്കിയ പദ്ധതികൾ തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുകയാണ് മുഖ്യമന്ത്രിയും മറ്റും ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കാൻ പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ശ്രമിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും സ്റ്റാലിനും ഒരുമിച്ചിരുന്ന് ചായയും പരിപ്പോടയും കഴിച്ച് പിരിയുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. 50 ലക്ഷം ജനങ്ങളെ ഒരു ഡേഞ്ചർ എടുക്കുന്ന ഒരു ഇഷ്യൂവാണ്. സ്റ്റാലിൻ ആണ് മുഖ്യമന്ത്രി തമിഴ്നാട്ടിൽ. രാഹുൽ ഗാന്ധിയും പിണറായി വിജയൻജിയും സ്റ്റാലിനും എത്രയോ തവണ ഡൽഹിയിൽ ഇരുന്ന് പരിപ്പ് വടയിൽ ചായ കുടിച്ച് ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞു അവരെന്താണ് ഇത് പരിഹരിക്കാത്തത്? അവര് 3 ആൾക്കാർ ഇരിക്കുന്നില്ല. രാഹുൽ ഗാന്ധി ഇരിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരിക്കുന്നുണ്ട്, സ്റ്റാലിൻ ഇരിക്കുന്നുണ്ട്. ആ പരിപ്പുവടയും ചായ ഇത്ര നമ്മൾ കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും ഈ മുല്ലപ്പെരിയാറിന്റെ പരിഹാരം എടുക്കാൻ എന്താണ് ചെയ്യാത്തത്? അപ്പോ എന്തിനാണ് ആഘോഷം? ബിജെപി ഇടുക്കി സൗത്ത് വികസിത കേരളം കൺവെൻഷൻ കട്ടപ്പന വള്ളക്കടവിൽ വെച്ചാണ് നടന്നത്. ബിജെപി ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് ഇടുക്കി DCC മുൻ ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനം ബിജെപിയിൽ ചേർന്നു. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി. വഖഫ് വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടതെന്ന് ബെന്നി പെരുവന്താനം പറഞ്ഞു. കൂടാതെ വിവിധ രാഷ്ട്രീയ കക്ഷി സംഘടനകളിൽ നിന്നുമുള്ള ആളുകളും ബിജെപിയിൽ ചേർന്നു. ബിജെപി സംസ്ഥാന സെക്രട്ടറി S. സുരേഷ് തുടങ്ങി ബിജെപിയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.